BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Malabar Gold and Diamonds. Celebrate the beauty of life. New Textiles Gallery, Athical Arcade, Vengalur Mangattukavala Bypass Road, Todupuzha. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാസ്, പാദங்களுக்குമുണ്ട് ആസൈകൾ. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Todupuzha. Royal, the complete family shopping near Private Bus Stand, Todupuzha. KP Chaku and Sons, Gold, Diamonds, Kids Jewelry, Todupuzha. Chamakaleo, the favorite silks. KP Work and Sons, കാക്കനാട് ജുവലേഴ്സ്, തൊടുപുഴ, പെരുമ്പാവൂർ, കട്ടപ്പന, അടിമാലി, കോതമംഗലം. പാരമ്പര്യത്തിനൊപ്പം വിശ്വാസവും. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. തൊടുപുഴ ശ്രീ അന്നപൂർണേശ്വരി നവഗ്രഹ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം 2014 നവംബർ 5 ബുധനാഴ്ച മുതൽ 10 തീയതി തിങ്കളാഴ്ച വരെ. വളർച്ചയുടെ പുതിയ നാളുകളിൽ കരുതലോടെ നിങ്ങൾക്കൊപ്പം ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. City Times and Mobile House, Jyoti Bazaar, Todupuzha. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി തൊടുപുഴ ടാക്സി സ്റ്റാൻഡിൽ സംഘർഷം, ഒരാൾ ആശുപത്രിയിൽ. ദീപാവലി ആഘോഷങ്ങൾക്ക് മധുരമേകാൻ തൊടുപുഴയിലെ ബേക്കറികൾ ഒരുങ്ങി. ദീപാവലി ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് പേടയ്ക്കും ബർഫിക്കും. 22 വർഷങ്ങൾക്ക് മുമ്പ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിക്കാശ്ശേരി പടമുഖം ഇല്ലിക്കൽ ഷാജിയാണ് പോലീസ് പിടിയിലായത്. തൊടുപുഴയിലെ മിനി സിവിൽ സ്റ്റേഷന്റെ അകവും പുറവും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പരസ്യ പ്രചാരണങ്ങളാൽ നിറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഘടനാ സമ്മേളനങ്ങളുടെ പരസ്യ പ്രചരണ ബാനറുകളും പോസ്റ്ററുകളും ഇനിയും നീക്കം ചെയ്തിട്ടില്ല. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെയും ഇളന്തേശം തുടർ വിദ്യാ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും നടത്തി. വാർത്തകൾ വിശദമായി. വാഹനം പാർക്ക് ചെയ്യുന്നതിനെ ചൊല്ലി തൊടുപുഴ ടാക്സി സ്റ്റാൻഡിൽ സംഘർഷം, ഒരാൾ ആശുപത്രിയിൽ. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിന് സമീപമുള്ള അശ്വതി കോംപ്ലക്സിലെ വാഹന പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഒടുവിൽ സംഘർഷത്തിലെത്തിയത്. ഇവിടുത്തെ തന്നെ ടാക്സി ഡ്രൈവർമാരാണ് പാർക്കിങ്ങിനെ ചൊല്ലി തർക്കത്തിലേർപ്പെട്ടത്. സംഘർഷത്തിൽ കുമ്മങ്കല്ല് വളയനാൽ രാജേഷ് കുമാറാണ് ആശുപത്രിയിലായത്. ടാക്സി സ്റ്റാൻഡിലെ ആദ്യത്തെ 3 വാഹനങ്ങളിൽ ഡ്രൈവർമാർ വേണമെന്നാണ് നിയമം. എന്നാൽ ചന്തക്കുന്ന് സ്വദേശിയായ മാത്യു എന്നയാൾ വെളുപ്പിന് 5 മണിയോടെ തന്റെ കാർ സ്റ്റാൻഡിൽ ഒന്നാമതായി കയറ്റിയിടും. വാഹനം സ്റ്റാൻഡിൽ ഇട്ടതിനു ശേഷം ഇയാൾ വീട്ടിൽ പോവുകയാണ് പതിവെന്ന് എതിർവിഭാഗത്തിൽപ്പെട്ട ഡ്രൈവർമാർ പറയുന്നു. ഇങ്ങനെ മാത്യു വീട്ടിൽ പോകുന്നതിനാൽ ആദ്യത്തെ വാഹനത്തിൽ ഡ്രൈവർ കാണാറേയില്ല. ഇതേ ചൊല്ലിയുള്ള തർക്കമാണ് ഒടുവിൽ സംഘർഷത്തിലെത്തിയത്. ഈ പ്രശ്നത്തെ ചൊല്ലി 2 ആഴ്ച മുമ്പ് നഗരസഭാ ചെയർമാനും ട്രാഫിക് പോലീസിനും പരാതി നൽകിയിരുന്നതായി ഡ്രൈവർമാർ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ പോലീസ് എത്തി പ്രശ്നം പറഞ്ഞു തീർക്കുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്ന് പോലീസ് പോയതിനു ശേഷമാണ് ഡ്രൈവർമാർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ഒരു വർഷമായിട്ട് സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റിന് വേണ്ടിയിട്ട് ഒരാൾ മത്തൻ എന്ന് പറയുന്ന ഒരാൾ രാത്രി തന്നെ ഫസ്റ്റ് പോയിന്റിൽ കൊണ്ട് വണ്ടി പൂട്ടിയിടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടെ പുള്ളിയോട് നേരിട്ട് ഞാൻ സംസാരിച്ചു. മത്തൻ ചേട്ടൻ അങ്ങനെ വണ്ടി ഇടരുത് എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് വണ്ടി ഇടണേ, ഇനി അങ്ങനെ തുടർന്നേ പോകുള്ളൂ. അത് നീ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പം നീ ഇനി പറഞ്ഞാലും ഞാൻ വണ്ടി മാറ്റാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ഉള്ള ചേട്ടന്മാരുടെയൊക്കെ ആലോചിച്ച് അപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് DYSPക്ക് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ് എല്ലാവരോടും ഒപ്പിട്ട് ഞങ്ങൾ DYSPക്ക് പരാതി കൊടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ LIC കോട്ടയം ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
കോട്ടയം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി ഉദ്ഘാടനം നിർവഹിച്ചു. ഫെഡറേഷൻ കോട്ടയം ഡിവിഷണൽ പ്രസിഡന്റ് ജോസഫ് വാഴപ്പനാടി, സെക്രട്ടറി തോമസ് ജോൺ, PN രാജീവൻ, KC ജെയിംസ്, സണ്ണി പുഞ്ചമണ്ണിൽ, സാലി ജോർജ്, സൈജൻ സ്റ്റീഫൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. LIC ഏജന്റുമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, LIC പോളിസികളുടെ സേവന നികുതിയും ആദായ നികുതിയും ഒഴിവാക്കുക, LICയെ പൊതുമേഖലയിൽ നിലനിർത്തുക, ഇൻഷുറൻസ് ബിൽ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. വളരെ നല്ല രീതിയിലുള്ള ബോണസ് ആനുകൂല്യങ്ങൾ നൽകിയിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് ബാങ്ക് അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ വളരെ മികച്ച പലിശ നൽകുമ്പോൾ LICയിൽ നിക്ഷേപിക്കുന്ന പണത്തിന് വളരെ തുച്ഛമായ ബോണസിൽ ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യം വന്നുപെട്ടിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് 23-ലധികം വരുന്ന ഈ സ്വകാര്യ മുതലാളിമാരെ സഹായിക്കുക എന്നുള്ളതാണ്. ഈ സ്വകാര്യ മുതലാളിമാരെ സഹായിക്കണമെങ്കിൽ LICയെ തകർത്തണം. LICയെ തകർക്കുന്നതിന് വേണ്ടി LIC മാനേജ്മെന്റ് കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉപാധി LIC ഏജന്റ് സമൂഹത്തെ തളർത്തുക, LIC ഏജന്റ് സമൂഹത്തെ ദ്രോഹിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള വിവിധ പദ്ധതികളാണ്, വിവിധ പരിപാടികളാണ്. നമുക്കറിയാം, മിനിമം ബിസിനസ് ഗ്യാരണ്ടി ലോകത്തെ ഓരോ ഇൻഷുറൻസ് മേഖലയിലും നിലവിലില്ലാത്ത ഒരു പദ്ധതിയാണിത്. നിരന്തരം അപകടമുണ്ടാകുന്ന മ്രാല പൊന്നന്താനം MVIP കനാൽ റോഡിന്റെ ഇരുവശങ്ങളിലും കാട് കയറിയത് നാട്ടുകാരുടെ ശ്രമഫലമായി വെട്ടിത്തെളിച്ചു. ഇവിടെ ഈ റോഡിൻ്റെ ഇരുവശവും കാട് കയറി വളരെ മോശമായിട്ട് കിടക്കുമായിരുന്നു. അത് ഇവിടെയുള്ള ഈ ടോമി, ജോണി ഇങ്ങനെയുള്ള ആൾക്കാർ കൂടി കുറച്ച് ഭാഗം വെട്ടിത്തെളിച്ചു. ഞങ്ങൾ 3-4 കൊല്ലമായിട്ട് എന്നും വെട്ടിത്തെളിക്കുന്ന തൊഴിൽ ഉറപ്പുകാർ ഇത് വെട്ടിക്കൊണ്ട് നേരത്തെ ഇരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് റോഡ് വെട്ടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വെട്ടുന്നില്ല. ഇപ്പം ഈ റോഡിൽ എപ്പോഴും ഈ കള്ളന്മാരുടെ എല്ലാം ശല്യങ്ങൾ വളരെ കൂടുതലുണ്ട്. അതുപോലെ ഇപ്പം പാമ്പുകൾ, ഈ പെരുമ്പാമ്പ് എല്ലാം ഇവിടെ പലരും കണ്ടിട്ടുണ്ട്. പിന്നെ വാഹനവടി പലപ്പോഴായിട്ട് ഈ വളവിൽ എല്ലാം വാഹനവടി കണ്ടവാനുണ്ട്. അപ്പോൾ ഇത് വെട്ടിത്തെളിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവിടെയുള്ള എല്ലാവരും കൂടി സഹകരിച്ച് ഈ റോഡിന് മയിലാടൂർ ഇട്ടിയപ്പ് വർഗീസ് എന്നും പറഞ്ഞൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരും കൂടി ഇടുവാണ്. അപ്പോൾ അവർ മയിലാടൂർക്കാരും ഇതിനകത്ത് മിഷന് ഇതൊക്കെ വെച്ച് അവരുടെ സഹകരണം ഇതിനകത്ത് കൂടുതലായിട്ടുണ്ട്. ദീപാവലി ആഘോഷങ്ങൾക്ക് മധുരമേകാൻ തൊടുപുഴയിലെ ബേക്കറികൾ ഒരുങ്ങി. ദീപാവലി ആഘോഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് പേടയ്ക്കും ബർഫിക്കുമാണെന്ന് വിൽപ്പനക്കാർ. ദീപാവലി ആഘോഷങ്ങൾക്ക് മധുരമേകാൻ ബേക്കറികൾ ഒരുങ്ങി. ലഡു, ജിലേബി, പേട, ബർഫി, മൈസൂർ പാവ് തുടങ്ങി മധുര പലഹാരങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് ബേക്കറികളിൽ. ലഡുവും ജിലേബിയുമാണ് മധുര പലഹാരങ്ങളുടെ നിരയിൽ മുൻപന്തിയിൽ. ലഡു ഒരെണ്ണം 5 രൂപ മുതൽ ലഭ്യമാണ്. പിസ്ത ലഡുവിനും മോത്തി ലഡുവിനും ഒരെണ്ണത്തിന് 7 രൂപ വീതമാണ് ബേക്കറികളിൽ ഈടാക്കുന്നത്. ജിലേബിക്ക് കിലോയ്ക്ക് 160 രൂപ വില നിൽക്കുമ്പോൾ ഒരെണ്ണത്തിന് 6 രൂപയാണ് ഈടാക്കുന്നത്. പനീർ ജിലേബി, ഗീ ജിലേബി എന്നിവയും ബേക്കറികളിലുണ്ട്. കിലോയ്ക്ക് 200 രൂപ വീതമാണ് വില. മൈസൂർ പാവാണ് മറ്റൊരു ആകർഷണം. ഒരെണ്ണത്തിന് 8 രൂപയും കിലോയ്ക്ക് 200 രൂപയുമാണ് വില. ദീപാവലി ആഘോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് പേടയ്ക്കും ബർഫിക്കുമാണെന്ന് വിൽപ്പനക്കാർ പറയുന്നു. മിൽക്ക് പേടയും സ്ട്രോബെറി പേടയും അടക്കം വിവിധതരം പേട വിപണിയിൽ എത്തിക്കഴിഞ്ഞു. മിൽക്ക് പേടയ്ക്ക് കിലോയ്ക്ക് 360 രൂപയാണ് വില. സ്ട്രോബെറി ബർഫി, ചോക്ലേറ്റ് ബർഫി, ഓറഞ്ച് ബർഫി തുടങ്ങി വിവിധ ഇനം ബർഫിയും ബേക്കറികളിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുണിഞ്ഞിയിലെ ഗ്രാമകേന്ദ്രം മാതൃകയായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിലൂടെ അധികാര വികേന്ദ്രീകരണത്തിന് പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിനുള്ള കേരള സർക്കാർ ശ്രമത്തിന്റെ ഭാഗമായാണ് ഗ്രാമങ്ങൾ തോറും പഞ്ചായത്ത് അംഗങ്ങൾക്കായി സ്വന്തം ഓഫീസ് മുറികൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി കുണിഞ്ഞി 10ാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റെനീഷ് മാത്യു ഓഫീസ് തുറന്നത്. 2012-13 കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഓഫീസിൽ നിന്നും പൊതുജനങ്ങൾക്കാവശ്യമായ സഹായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നു. കൂടാതെ വിവിധ വകുപ്പുകളുടെ മെഡിക്കൽ ക്യാമ്പുകൾ, അഗ്രോ ക്ലിനിക്, കുടുംബശ്രീ മീറ്റിംഗുകൾ, വാർഡുതല ജാഗ്രതാ സമിതികൾ, വികസന സമിതികൾ, പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസ് സൗകര്യങ്ങൾ എന്നിവ ഗ്രാമകേന്ദ്രത്തിൽ നിന്നും ലഭ്യമാണ്. ഗ്രാമകേന്ദ്രം ഓരോ വാർഡിലും വന്നു കഴിഞ്ഞാൽ, അതായത് വിദൂര സ്ഥലങ്ങളിലായിരിക്കും ഗ്രാമപഞ്ചായത്ത് ഇരിക്കുന്നത്.
ആ ഗ്രാമപഞ്ചായത്തിൽ പോയി വരുന്നതിനുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഓരോ വാർഡ് തലത്തിലും ഓരോ ഗ്രാമകേന്ദ്രം അത് ആരംഭിക്കാൻ സർക്കാരിൻ്റെ തീരുമാനം. മഹാത്മാഗാന്ധിജിയുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന മഹത്തായ ഒരു സംരംഭമാണ് ഗ്രാമസ്വരാജിലൂടെ ജനകീയ ആസൂത്രണം നടപ്പാക്കിയിരിക്കുന്നത്. കുളിഞ്ഞി ഗ്രാമകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി സേവനങ്ങൾ ഈ ആഫീസ് മുഖേന നടക്കുന്നുണ്ട്. പ്രധാനമായും വിവിധ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മെഡിക്കൽ ക്യാമ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ആഗ്രോ ക്ലിനിക്കുകൾ, കുടുംബശ്രീയുടെ മീറ്റിങ്ങുകൾ, നമ്മുടെ ICDSൻ്റെ വിവിധ ജാഗ്രതാ സമിതികൾ, വികസന സമിതികൾ, അങ്ങനെ വിവിധ വിഷയങ്ങൾ ഈ ഗ്രാമകേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് വാർഡ് മെമ്പറെ കാണുന്നതിനും അവരോട് സംസാരിക്കുന്നതിനുമൊക്കെയുള്ള ഒരു ആശ്രയ കേന്ദ്രമായിട്ടാണ് ഈ ഗ്രാമകേന്ദ്രം പ്രവർത്തിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുമ്പ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിക്കാശ്ശേരി പടമുഖം ഇല്ലിക്കൽ ഷാജിയാണ് പോലീസ് പിടിയിലായത്. 1992 തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും നടന്ന നിരവധി മോഷണ കേസുകളിൽ പ്രതിയായിരുന്നു ഷാജി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷം മുങ്ങുകയായിരുന്നു ഇയാൾ. തൊടുപുഴ DYSP KM സാബു മാത്യുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പഴയേരിക്കണ്ടം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ബഹുമാനപ്പെട്ട DGP അദ്ദേഹത്തിൻ്റെ സർക്കുലർ പ്രകാരം സ്റ്റേഷനിൽ പെൻഡിംഗ് ആയി കിടക്കുന്ന ലോങ് പെൻഡിംഗ് കേസുകളിലെ പ്രതികളെ വേണ്ടി പ്രത്യേക സ്ക്വാഡ് ഉണ്ടാക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള കോടതി ഹാജരാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ തൊടുപുഴ സ്റ്റേഷനിൽ 1992 ഒരു റോബറി കേസിലെ കവർച്ചാ കേസിലെ പ്രതിയാണ്. 22 വർഷമായിട്ട് പുള്ളിക്കാരൻ ഒളിവിലായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട DYSP അദ്ദേഹം സാബു മാത്യു സാറിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ പോലീസുകാരായ അരുൺകുമാർ, അനസ് എന്നിവരുടെ ശ്രമഫലമായിട്ടാണ് ഈ ഇല്ലിക്കൽ ഷാജി പടമുഖം മുരിക്കാശ്ശേരി എന്നയാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇന്ന് പ്രതിയെ കോടതി ഹാജരാക്കുന്നതാണ്. പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺകുമാർ, ഷാജി എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊല്ലം പരവൂരിൽ നടന്ന സംസ്ഥാന വടംവലി മത്സരത്തിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച തൊടുപുഴ ഡീപോൾ സ്കൂൾ ടീം അംഗങ്ങൾ 1ാം സ്ഥാനം നേടി. വിജയിച്ച ടീം അംഗങ്ങളെ സ്കൂൾ പ്രിൻസിപ്പാളും അധ്യാപകരും വിദ്യാർത്ഥികളും അനുമോദിച്ചു. സബ് ജൂനിയർ ഗേൾസ് ബോയ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും ജൂനിയർ ബോയ്സ് ഗേൾസ് വിഭാഗത്തിൽ 2ാം സ്ഥാനവുമാണ് ഡീപോൾ സ്കൂൾ കരസ്ഥമാക്കിയത്. 4 ടീമുകളിൽ 9 പേർ വീതം 36 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇതിൽ നിന്നും 29 കുട്ടികൾക്ക് നാഷണൽ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചതായും പ്രിൻസിപ്പൽ ഫാദർ സ്റ്റീഫൻ പറഞ്ഞു. സംസ്ഥാന വടംവലി മത്സരത്തിൽ സബ് ജൂനിയർ, ജൂനിയർ വിഭാഗങ്ങളിൽ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് പോയത് ഡീപോൾ സ്കൂളിലെ കുട്ടികളാണ്. ഇടുക്കി ജില്ലയിൽ ജില്ലാ ചാമ്പ്യന്മാരാവുകയും അതിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാനത്ത് മത്സരത്തിനായി കൊല്ലം ജില്ലയിൽ പരവൂര് നടന്ന മത്സരത്തിൽ സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ചാമ്പ്യന്മാരാവുകയും ജൂനിയർ വിഭാഗത്തിൽ പെൺകുട്ടികൾ 2ാം സ്ഥാനം കരസ്ഥമാക്കുകയും ആൺകുട്ടികൾ 3ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ആൺകുട്ടികളെ പരിശീലിപ്പിക്കുന്നത് ലിജോ ചെറിയാനും പെൺകുട്ടികളെ പരിശീലിപ്പിക്കുന്നത് KV ഗീതയുമാണ്. ഈ വർഷമാണ് വടംവലിയെ സ്പോർട്സ് വിഭാഗമായി സർക്കാർ അംഗീകരിച്ചത്. മുമ്പ് നടന്ന ജില്ലാതല മത്സരത്തിൽ ജില്ലാ ചാമ്പ്യന്മാരുമായിരുന്നു ഈ ടീമുകൾ. ഇനി ഗോവയിൽ വെച്ച് നടക്കുന്ന നാഷണൽ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഡീപോൾ സ്കൂളിന് വേണ്ടി പ്രതിനിധീകരിച്ച് മത്സരിച്ചതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രയത്നവും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ മേലധികാരികളുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പൽ സ്റ്റീഫൻ അച്ഛൻ്റെയും ഞങ്ങളുടെ ടീച്ചർ ഗീത ടീച്ചറിൻ്റെയും ബാക്കിയുള്ള ഞങ്ങളുടെ കോച്ച് ലിജോ സാറിൻ്റെയും അതികഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നേടാൻ സാധിച്ചത്. ഇതിൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ അഭിമാനിക്കുകയും ചെയ്യുന്നു.
ടഗ് ഓഫ് വാർ ഈ വർഷമാണ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചത്. അതിൻ്റെ വെളിച്ചത്തിൽ സ്കൂളുകളിലേക്ക് ജൂനിയർ ബോയ്സിന് ഗേൾസിന് സബ് ജൂനിയർ ബോയ്സ് ഗേൾസ് രീതിയിൽ മത്സരം ഉണ്ടെന്ന് അറിയുകയും അതേ രീതിയിൽ ഈ സ്കൂളിലെ കുട്ടികളെ അതിൽ പങ്കെടുപ്പിക്കാൻ ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് അതിനോട് പൂർണ്ണ സപ്പോർട്ടായത്. അങ്ങനെ പ്രിൻസിപ്പളിൻ്റെ ഒരൊറ്റയാളുടെ പ്രയത്ന ഫലമാണ് ഈ 4 ടീമിലെയും കുട്ടികളെയും ഞങ്ങൾക്കൂടെ പ്രാക്ടീസ് കൊടുക്കാനും ജില്ലാ ലെവലിൽ മത്സരിക്കാനും സാധിച്ചത്. അങ്ങനെ 4 ടീമിലെ കുട്ടികൾ മത്സരിച്ചപ്പോൾ 4ഉം ഞങ്ങൾ ഫസ്റ്റ് കിട്ടി അവിടെ നിന്ന് വിജയിച്ച് പോന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് കൊല്ലത്ത് വെച്ച് നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ഇടയായി. അങ്ങനെ എല്ലാ കുട്ടികളും നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുകയും ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിൽ 4 പ്രൈസാണ് ഞങ്ങൾക്ക് നേടിയത്. ആ രീതിയിൽ അടുത്ത നാഷണൽ ലെവലിലേക്ക് സെലക്ഷൻ കിട്ടാൻ ഈ കുട്ടികൾ വളരെയേറെ പ്രയത്നിച്ചതിൻ്റെ ഫലമായി കിട്ടുകയും നാളെ കഴിഞ്ഞ് മുതൽ ഇവരുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു.